അപ്പോൾ നമുക്ക് ചെതലിനെയൊക്കെ എങ്ങനെ തുരത്താമെന്നുള്ളത് നല്ല കിടിലൻ ടിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കതിനായിട്ട് വേണ്ടത് ഡെറ്റോള്, അതേപോലെ തന്നെ കർപ്പൂരം, പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ സോപ്പ് പൊടിയാണ്. അപ്പോൾ സോപ്പ് പൊടി ഇല്ലെങ്കിൽ നമുക്ക് ഡിഷ് വാഷ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ സോപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 സാധനങ്ങൾ മാത്രം മതി നമുക്ക് ചെതലിനെയൊക്കെ ഇല്ലാതാക്കാനായിട്ട്. ഇപ്പോൾ അതിനായിട്ട് നമുക്കൊരു സൊല്യൂഷൻ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഒരു കർപ്പൂരമാണ് എടുക്കുന്നത്. കാരണം നമുക്കിവിടെ അത്രമാത്രം ഇല്ല, അതുകൊണ്ടാണ് ഒരു കർപ്പൂരം എടുക്കുന്നത്. അപ്പം ചെതലിൻ്റെ അളവ് എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് കർപ്പൂരത്തിൻ്റെ അളവൊക്കെ കൂട്ടാം. ഇതിപ്പോൾ നമുക്ക് ഒരു കട്ടളയുടെ സൈഡാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു കർപ്പൂരം എടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് ഡെറ്റോള് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് നമുക്ക് സോപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഒരു 1/2 സ്പൂൺ അളവിൽ ഞാൻ ഡെറ്റോളും ഒരു കർപ്പൂരവും 1 ടീസ്പൂൺ അളവിൽ സോപ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3 മതി. അപ്പം കുറച്ച് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. നല്ല കട്ടിക്ക് വേണം നമുക്കിത് അതിനകത്തോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടും. പിന്നെ ഉടനെ ഒന്നും നമുക്ക് ആ ഭാഗത്ത് ചിതലും വരില്ല, അതേപോലെ ഉറുമ്പ് മണ്ണെടുക്കത്തുമില്ല. ഇനി നമുക്ക് സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയോ അതല്ലെങ്കിൽ സാധാ ഒരു കുപ്പിയിലാക്കി ഹോളിട്ടിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ ചെതൽ ആ ഭാഗത്തെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ കട്ടിക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ചെതലെടുത്ത ഭാഗം കുറച്ച് ഭാഗം ചെതലെടുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ നമ്മളിത് അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ആ ഭാഗത്ത് ഉറുമ്പ് മണ്ണെടുക്കുകയോ അതല്ലെങ്കിൽ ചെതൽ കയറിയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഞാൻ പൊട്ടിയ ഭാഗം കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ മണ്ണൊക്കെ പെട്ടെന്നൊന്ന് തൂത്ത് വാരിയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാണ്ട് നല്ല രീതിയിൽ ദ്വാരം വന്നിട്ടുണ്ട് മണ്ണൊക്കെ എടുത്ത്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്നൊന്ന് തൂത്ത് വാരിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തന്നെ അതെല്ലാം ചത്തു, ഉറുമ്പാണെങ്കിലും ചെതലാണെങ്കിലും ചത്തു. പിന്നെ നമുക്ക് സമാധാനമായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു സൊല്യൂഷൻ റെഡിയാക്കാൻ പോവുകയാണ്. അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും നല്ലൊരു റിസൾട്ട് നമുക്ക് അതിനകത്ത് കിട്ടും കേട്ടോ. ഉറുമ്പും ചെതലും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഞാൻ ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിലുള്ള സൊല്യൂഷൻ റെഡിയാക്കാം. കണ്ടോ, അവിടം തുടക്കം ചെതൽ കയറി കേട്ടോ, തടിയെല്ലാം പോയി വരുന്നുണ്ട്. അതേപോലെ ആ ഹോളിനകത്തൊക്കെ നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കിയ ഒരു സ്പ്രേ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരുപാട് ചെതലൊക്കെ ഇതുപോലെ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അളവ് കൂട്ടിയിട്ട് ഒഴിച്ചു കൊടുത്താൽ പിന്നീട് ആ ഒരു ശല്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതേപോലെ തുടക്കം തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ ഉറുമ്പ് മണ്ണെടുത്തിട്ട് ആ ഭാഗമെല്ലാം പൊത്ത് വീഴുന്നുണ്ട് കണ്ടോ. ആ ഭാഗത്തും ഇതേപോലെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സൊല്യൂഷനാണിത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ കെമിക്കലും കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മൾ അടിക്കുമ്പം തന്നെ വീണ്ടും അത് ഉണ്ടാവുകയും ചെയ്യും. അത് മാത്രമല്ല നമുക്ക് അലർജി ഉള്ളവർക്കൊക്കെ അത് പ്രശ്നമാകും.